ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാം, അരേൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് അരേ എലമെൻറ്റ്സ് ദാറ്റ് ഒക്കൂർ എക്സാക്ട്ലി 3 ടൈംസ്. അതായത് 3 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള എലമെൻറ്റ്സിനെ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് അരേ എലമെൻറ്റ് ദാറ്റ് ഒക്കൂർ എക്സാക്ട്ലി 3 ടൈംസ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ആ ഒരു പ്രിൻ്റ് ഒഴിവാക്കാം. ഇവിടെ നമുക്ക് എന്തൊക്കെ കൊടുക്കണം? ജസ്റ്റ് നമുക്ക് അരേ വേണം, അതുപോലെ തന്നെ ഏതൊക്കെ എലമെൻറ്റ്സ് അതൊക്കെ ജസ്റ്റ് ഞാൻ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു അരേ കൊടുക്കാം. അപ്പോൾ ഈ അരേൻ്റെ അകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് നമുക്ക് 3 പ്രാവശ്യം വരുന്ന എലമെൻറ്റ്സ് ഒക്കെ കൊടുക്കണം. അപ്പോൾ 1, അതുപോലെ തന്നെ കുറച്ച് നമ്പേഴ്സ് കൊടുക്കാം. 1 2 3. ഓക്കെ, 1 2 3 തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ആയിട്ട് വീണ്ടും കൊടുക്കാം. 1 2 3. ഓക്കെ, ഇങ്ങനെ കൊടുത്ത് 1 2. ഓക്കെ, ഇപ്പോൾ ഇത് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ 4. ഓക്കെ, 1 2 3 4 പ്രാവശ്യം കൊടുത്ത്, അതുപോലെ തന്നെ 5 കൊടുക്കാം, നമുക്ക് 6 കൊടുക്കാം, ഇതൊക്കെ 7, ഇതൊക്കെ ഇത്രയും പ്രാവശ്യമായിട്ട് കൊടുത്ത് 8. ഓക്കെ, ഇത്ര മതി നമുക്ക്. ഓക്കെ, ഞാൻ കുറച്ച് റാൻഡം നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം 1 2 3 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, 3 പ്രാവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എന്തായാലും നമുക്ക് പ്രിൻ്റായിട്ട് കിട്ടണം. സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സൈസ് കാണണം, ഇതിൻ്റെ സൈസ്. ഓക്കെ, സൈസിൻ്റെ എങ്ങനെയാണ് ആ ഒരു ഫോർമുല അറിയാത്തവർ ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻ്റായിട്ട് ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരു വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ ARR എന്ന് കൊടുക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് സൈസ് ഓഫ്. ഓക്കെ, സൈസ് ഓഫ് എന്താണ് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ARR ഓഫ് 0 എന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ ഇൻ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സൈസ് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ട വേരിയബിളാണ് കൗണ്ട്. നമ്മൾ ഓരോന്നിൻ്റെയും കൗണ്ട് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ, ഫോർ ലൂപ്പിനകത്ത് ഐ എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റ് ഐ അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐ അവിടെ കൊടുക്കാം. ഐ ഞാനിവിടെ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഐ ഏത് വരെ വേണം, ഐ ലെസ് ദാൻ സൈസ് വരെ. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ഓരോ എലമെൻറ്റ്സിനെയും ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്ത് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്ത്, ഇപ്പോൾ നമുക്ക് മെയിൻ ഫോർ ലൂപ്പിൽ നമുക്ക് എല്ലാ എലമെൻറ്റ്സിനെയും ചെക്ക് ചെയ്യാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, കൗണ്ട് ഓരോ ടൈമിലും കൗണ്ട് ഇവിടെ ഞാൻ 0 കൊടുക്കാം. കാരണം ചിലപ്പോൾ പലർക്കും ഡൗട്ട് വരും, ഇവിടെ എന്താണ് ഞാൻ കൗണ്ട് 0 കൊടുക്കുന്നത്. കാരണം ഓരോ തവണ നമ്മൾ പുതിയ എലമെൻറ്റ്സിനെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യണം, നമുക്ക് കൗണ്ട് ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ലൂപ്പിനകത്ത് നമ്മൾ 1നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 1 ഇതിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടോ എന്ന് ഓരോ തവണ നമ്മൾ കൗണ്ട് എടുക്കണം. ഓക്കെ, എന്നിട്ട് അത് വീണ്ടും റീസെറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് 2ൻ്റെ കേസ് വരുമ്പോൾ, രണ്ടാമത്തെ നമ്പർ വരുമ്പോൾ 2ആണത്. അപ്പോൾ വീണ്ടും നമ്മൾ 0യിൽ നിന്ന് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. കാരണം 2 പിന്നെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ കൗണ്ട് 0 ആയിട്ട് കൊടുക്കാനുള്ള കാരണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഇന്നർ ഫോർ ലൂപ്പ്. ഓക്കെ, ഈ ഒരു ഇന്നർ ഫോർ ലൂപ്പ് ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ വേരിയബിൾ കൊടുക്കുക ജെ. നമുക്ക് എന്ത് ചെയ്യാം, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ജെ ലെസ് ദാൻ ഇതുവരെ വേണം നമുക്ക്, സൈസ് വരെ. ഓക്കെ, നെക്സ്റ്റ് ജെ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കൊടുത്ത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 2 എലമെൻറ്റ്സും കമ്പയർ ചെയ്യാം. ഓക്കെ, ഇഫ് കണ്ടീഷനിൽ അരേ 5 അതുപോലെ തന്നെ അരേ 5 ഈക്വൽ ടു അരേ ജെ ആണോ നോക്കാം നമുക്ക്. ഓക്കെ, രണ്ടും കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കൗണ്ട് പ്ലസ് ചെയ്യണം അല്ലേ. എന്ത് ചെയ്യുക, ഓരോ തവണയും നമ്മൾ എന്ത് ചെയ്യുക, കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് കൗണ്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് കൗണ്ടൊക്കെ കിട്ടി. അപ്പോൾ ആ ഒരു ഇന്നർ ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു എലമെൻറ്റ്സ് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ള കറക്റ്റ് കൗണ്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് എക്സാക്ട്ലി 3 പ്രാവശ്യം വന്നിട്ടുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യാനായിട്ടാണ് വേണ്ടത്. കൗണ്ട് ഈക്വൽ ടു 3 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് അരേ 5 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കൂടെ, റിപ്പീറ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്യിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. പ്രിൻ്റ് നമ്മൾ എന്ത് കൊടുത്തു, ഇവിടെ %d എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോമ ഇട്ടിട്ട് അരേ 5 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 പ്രാവശ്യം വന്നതിനെ കിട്ടും. പക്ഷേ എന്താവും, അത് റിപ്പീറ്റ് ആയിട്ട് വരും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, 1 2 3 1 2 3 1 3 2
ഇത് നമ്മളാ കൊടുത്ത പാറ്റേണിൽ തന്നെ ഇത് ഇത്രയും സംഖ്യയാണ് എന്ത് ചെയ്തിട്ടുള്ളത് 3 പ്രാവശ്യമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യണ്ട. നമുക്ക് എങ്ങനെ മതി 1 2 3 എന്ന് ഒറ്റ പ്രാവശ്യം മതി. കാരണം 1 3 പ്രാവശ്യം വന്നിട്ടുണ്ട്, അതുപോലെ 2 3 പ്രാവശ്യം വന്നിട്ടുണ്ട്, 3 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം മാത്രം നമുക്ക് പ്രിൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിനുള്ള ലോജിക് കൂടി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ കൊടുക്കുക, ഞാൻ ജസ്റ്റ് ഇൻറ്റ് ഓൾറെഡി ഇതാണെന്ന് കൊടുക്കുക. ഓൾറെഡി പ്രിൻറ്റഡ് ആണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഓൾറെഡി പ്രിൻറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു വേരിയബിൾ കൊടുക്കുകയാണ്. ഈ ഒരു വേരിയബിളിൽ ഞാൻ എന്ത് ചെയ്യുക 0 കൊടുക്കുകയാണ്. 0 കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം ഫാൾസ്. അപ്പോൾ അത് ഓൾറെഡി പ്രിൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി പ്രിൻറ്റ് ചെയ്തിക്കൂടെ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു കെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ 0യിൽ നിന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് വരും, ഇപ്പോൾ കറൻറ്റ് എലമെൻ്റ് ഏതാണോ നിൽക്കുന്നത് അതുവരെ ഞാൻ ചെക്ക് ചെയ്യും. ഓക്കെ, അതിനകത്ത് അത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കെ ലെസ് ദാൻ ഐ വരെ നോക്കുക, എന്നിട്ട് കെൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ഇത് ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ ഇഫ് കണ്ടീഷനിൽ നോക്കാം നമുക്ക് അരെ ഓഫ് ഐ ഈക്വൽ ടു അരെ ഓഫ് കെ ആണെന്നോ. അതായത് ഇപ്പം കറൻ്റ്ലി നിൽക്കുന്ന പൊസിഷനിലുള്ള വാല്യൂ ആണ് ഐയിൽ ഉണ്ടാവുക. അതായത് അരെ ഓഫ് ഐയിൽ ആ ഒരു എലമെൻ്റാണ് ഉണ്ടാവുക. അപ്പോൾ അതുമായിട്ട് എന്ത് ചെയ്യും, ആ ഒരു കെ ലൂപ്പ് വെച്ചിട്ട് തൊട്ട് മുമ്പുള്ള ഏതെങ്കിലും ഇതിൽ അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഓൾറെഡി പ്രിൻറ്റഡ് എന്ത് ചെയ്യും 1 അസൈൻ ചെയ്ത് വെക്കും. ഓൾറെഡി അത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇഫ് കണ്ടീഷനകത്ത് നമ്മൾ എന്താ കൊടുക്കുക, അരെ ഓഫ് ഐ ഈക്വൽ ടു അരെ ഓഫ് കെ. ഓക്കെ, ഇത്രയും കൊടുത്താൽ മതി. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, സെയിം വേരിയബിൾ തന്നെ യൂസ് ചെയ്യുക. ഓൾറെഡി പ്രിൻറ്റഡ് അസൈൻ 1 കൊടുക്കുക. ഇത് 1 ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും റിപ്പീറ്റായിട്ട് ലൂപ്പ് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പുറത്തു പോകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ബ്രേക്കും കണ്ടിന്യൂ ഒന്നും അറിയാത്തവർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഞാൻ മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിനകത്ത് ഒരു ഫോർ ലൂപ്പിൻ്റെ ഒക്കെ വീഡിയോ, ഫോർ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്കിൻ്റെ ഒക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ബ്രേക്ക് കൊടുത്തു. ഈ ഒരു ഫോർ ലൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനോട്ട് പുറത്തോട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ നേരെ ബ്രാക്കറ്റ് എവിടെയാണ്, ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതിന് താഴെ നമ്മൾ എന്ത് ചെയ്താൽ ജസ്റ്റ് ഒരു ഇഫ് കണ്ടീഷൻ ഇട്ടിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, നോട്ട് ഓൾറെഡി പ്രിൻറ്റഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാം, ഓൾറെഡി പ്രിൻറ്റഡ് ഈക്വൽ ടു 0 ആണ്. ഇത് രണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോട്ട് ഓൾറെഡി പ്രിൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തന്നെയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എഫിൽ %d നമുക്ക് എന്താണ് പ്രിൻറ്റ് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു സ്പേസും കൂടി കൊടുക്കുക. അരെ ഓഫ് ഐ അവിടെ തന്നെ ഒരു കോമ, അരെ ഓഫ് ഐ പ്രിൻറ്റ് ചെയ്താൽ മതി. ഇവിടെ അരെ ഓഫ് ഐ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് ഓരോ പ്രാവശ്യം മാത്രമായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരും. കണ്ടോ, 1 2 3 എന്ന് പറഞ്ഞിട്ട് ഒറ്റ പ്രാവശ്യം. കാരണം ഓൾറെഡി പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ഫ്ലാഗ് പോലെ അല്ലെങ്കിൽ ട്രൂ എന്നുള്ള ഒരു വാല്യൂ അതിലോട്ട് വെക്കും. കാരണം 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും അവിടെ വരുന്നത്. 0 കൊടുത്തു കഴിഞ്ഞാൽ അത് ഫാൾസ് ആണ്. അപ്പോൾ ഫാൾസ് ആണെങ്കിൽ ഓൾറെഡി പ്രിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്തതായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ നോട്ട് എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് ഓൾറെഡി പ്രിൻറ്റഡ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി റൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, സെയിം ഔട്ട്പുട്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത് നോക്കാം. 1 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അതിനകത്ത് കണ്ടോ 1 2 3 1, അതായത് ഒരു പ്രാവശ്യം അതൊന്ന് ഒഴിവാക്കി ഒരു പ്രാവശ്യമാണ് അതിൽ എന്ത് ചെയ്യുന്നത് 0 ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ പ്രാവശ്യം എന്ത് ചെയ്യണത്, 2 പ്രാവശ്യവും അത് 1 ആയിരിക്കും. കാരണം അത് ആ ഒരു ടൈമിൽ എന്താണ്, ഓൾറെഡി പ്രിൻറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നോട്ട് എന്ന് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യും, നിങ്ങൾ നോട്ടും ഇതും തമ്മിലൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഈക്വൽ ടു 0 എന്ന് കൊടുത്താലും മതി. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 എന്ന് തന്നെ കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും സിമ്പിളാണിത്. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യുക, ഞാൻ എന്ത് ചെയ്യുക, റിപ്ലൈ ആയിട്ട് തരാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.